കള്ളം പറയാൻ ഒരു മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തു. അതിൽ നല്ലൊരു കള്ളക്കഥ മെനഞ്ഞെടുത്ത് ജിൻഡോ പറഞ്ഞു. അതിൽ കയറി പിടിച്ച റസ്മിനൊക്കെ ഓൾറെഡി കരഞ്ഞു തീർത്തതാണ്. അതിന്റെ കൂട്ടത്തിൽ എന്തിനാണ് ഈ അഭിഷേക് വീണ്ടും കരയുന്നത്? ആ കഥ എന്താണെന്നുള്ളതിന് പോലും ഇപ്പൊ ഒരു പ്രസക്തിയില്ല. കാരണം അതൊരു കള്ളക്കഥയാണ്. അഭിഷേക് ഇപ്പൊ ലൈവിലിരുന്ന് പറയുകയാണ്, ഞാൻ അയാളോട് ചോദിച്ചു അത് സത്യമാണോ എന്ന്. സത്യമാണെങ്കിൽ അയാൾ അതും എടുത്ത് അപ്പൊ തന്നെ ചാടി ഇറങ്ങിയ ഒരു സീൻ ഉണ്ടാക്കിയേനെ. നമുക്ക് ഇത്രയും നാൾ അറിയാവുന്ന ജിൻഡോ അങ്ങനെ ഒരാളാണ്, അത് അയാളുടെ കണ്ടന്റ് ആണ്. അങ്ങനെ ഒരു കണ്ടന്റ് അയാൾ വേസ്റ്റ് ചെയ്യത്തില്ല എന്ന്. എന്റെ പൊന്ന് അഭിഷേക്, വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങുക കുറച്ചു നേരം. ഡ്രൈ ഡേ ആണ്, എത്ര നേരം വേണേലും ഉറങ്ങാം. അങ്ങനെയെങ്കിലും തലയിൽ കുറച്ച് നല്ല ബുദ്ധി തെളിയും. വെറുതെ ഇരുന്ന് ജിൻഡോയെ ദുഷിക്കുവാണ് ഒരു കാര്യമില്ലാതെ. ഗബ്രിയുടെയും ജാസ്മിന്റെയും കയ്യാളായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ അഭിഷേക് ശ്രീകുമാർ. സൈലന്റ് പിന്തുണ കൊടുത്തിരിക്കുകയാണ്. ഗബ്രി പറയുന്നത് കേട്ടിരിക്കുന്ന കണ്ട് കുറച്ചു നേരം മുമ്പ് വാഴയെ പോലെ ഇരുന്ന് കേട്ടിരുന്നു. പുറത്തുനിന്ന് കളി കണ്ടിട്ട് പോയിട്ടും അഭിഷേകൊക്കെ ഈ രീതിയിൽ പാഴായി പോകുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ആരുടെയും കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ആ രീതിയിൽ ഒരു അന്തം ഫാനായിട്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് കാണേണ്ടത്. ജിൻഡോയുടെ കൂടെ നിന്നാലും നമ്മൾ വിമർശിക്കുക തന്നെ ചെയ്യും. ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കും മക്കളെ, ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുക. എന്നിട്ട് എല്ലാവരും ഒറ്റയ്ക്ക് പോയി അടിക്കുക. അതാണ് കാണാനാണല്ലോ ഒരു രസമുള്ളത്. അഭിഷേകൊക്കെ ആ രീതിയിൽ കളിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. എല്ലാവർക്കും എതിരായിട്ട് നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ പാളിപ്പോയി. പിന്നെ ആരാണ് സായി, സിജോ, ഋഷി, ഇവർക്കൊന്നും ഒരു നിലപാടേ ഇല്ല. ഇവരൊക്കെ എല്ലാ സ്ഥലത്തും എല്ലാവരുടെയും കൂട്ടത്തിൽ കൂടുന്ന ടീമുകളാണ്. എന്നിട്ട് അവിടുന്ന് ഇവിടുന്ന് കേട്ടത് വെച്ചിട്ട് ഇതേപോലെ ഒരു പരദൂഷ സംഘവും ഇതൊക്കെയാണ് ഇവരുടെ ഗെയിം. ഇതൊന്നും ഒരു ഗെയിം എന്ന് പോലും നമുക്ക് കണക്കാക്കാൻ ഒക്കത്തില്ല. ആ രീതിയിൽ പാഴായി പോയ കുറെ ടീമുകൾ അതിനകത്തുണ്ട്. വാഴകളെന്ന് നിസ്സംശയം പറയാം. ഇന്നലെ പാതിരാത്രി പറഞ്ഞ പോലെ വെറും നോക്കുകുത്തികളാണ് ഈ സീസണിലുള്ളത്. വാഴയെന്ന് പോലും വിളിക്കാൻ കൊള്ളത്തില്ല. കാരണം വാഴയ്ക്ക് കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട്. രതീഷിന്റെ വരവോടെങ്കിലും ഈ ഒരു സിനാരിയോ മാറുമെന്ന് നമുക്ക്